സ്ട്രെസ് എങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിന്റെ ചില ഏരിയാസിനെ എഫക്റ്റ് ചെയ്യുന്നത്? സ്ട്രെസ് കൺട്രോൾ ചെയ്താൽ എന്തൊക്കെയാണ് നമുക്കുണ്ടാവുന്ന ഗുണങ്ങൾ എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇത് കുറച്ചും കൂടെ ഒരു ന്യൂറോ സയൻസ് പെർസ്പെക്റ്റീവിൽ സ്ട്രെസ്സിനെ നോക്കിക്കാണുന്ന ഒരു വീഡിയോ ആണ്. നമ്മുടെ ബ്രെയിനിൽ പല ഏരിയാസ് ഉണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ് എമിഗ്ഡലയും പ്രിഫ്രണ്ടൽ കോർട്ടെക്സും. ഈ രണ്ട് ഭാഗങ്ങളെക്കുറിച്ചും മുൻപ് വീഡിയോസിൽ റെഫർ ചെയ്തിട്ടുള്ളതാണ്. എമിഗ്ഡല എന്ന് പറയുന്നത് കൂടുതൽ ഇമോഷൻസുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ബ്രെയിനിലെ ഏരിയയാണ്. അതേസമയം പ്രിഫ്രണ്ടൽ കോർട്ടെക്സ് എന്നത് കുറച്ചും കൂടെ ലോജിക്കായിട്ട് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ്, ലോജിക്കൽ തിങ്കിങ് ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗമാണ് പ്രിഫ്രണ്ടൽ കോർട്ടെക്സ് എന്നുള്ളത്. ഈ രണ്ട് ഏരിയാസും നമ്മൾ സ്ട്രെസ്ഫുൾ ആയിരിക്കുമ്പോൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, അതേപോലെ നമ്മൾ കാം ആയിരിക്കുമ്പോൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. എമിഗ്ഡലയെ നമ്മുടെ ബ്രെയിനിന്റെ അലാം സിസ്റ്റം ആയിട്ട് പറയാം. അതിന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ത്രെറ്റ്സ് ഡിറ്റക്ട് ചെയ്യുക, നമ്മളെ സേഫ് ആക്കി വെക്കുക. ഇതാണ് എമിഗ്ഡലയുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി. നമ്മൾ സ്ട്രെസ്ഫുൾ ആവുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പ്രഷറൈസ്ഡ് ആവുമ്പോൾ, നമ്മൾ പേടിക്കുമ്പോഴൊക്കെ ഈ എമിഗ്ഡല ആക്റ്റീവ് ആവും. അത് ഉടനെ തന്നെ നമ്മുടെ ബോഡിക്ക് സിഗ്നൽസ് അയക്കും. എന്തോ സംതിങ് റോങ് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ട്, എന്തോ ഇഷ്യൂ വരാൻ പോകുന്നുണ്ട് എന്നൊക്കെ നമ്മുടെ ബോഡിക്ക് സിഗ്നൽസ് അയക്കുന്നത് എമിഗ്ഡലയാണ്. ആക്ച്വൽ ഡേഞ്ചറസ് സിറ്റുവേഷൻസിൽ ഈ റെസ്പോൺസ് എന്ന് പറയുന്നത് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലേ? നമുക്ക് ഇപ്പോൾ ഒരു പാമ്പ് നമ്മളെ കടിക്കാൻ വന്നു, അല്ലെങ്കിൽ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വണ്ടി ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് വരുന്നു. ഈ സമയത്തൊക്കെ ഈ എമിഗ്ഡല സിഗ്നൽസ് അയക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും, നമ്മുടെ ബ്രീത്തിങ് ഫാസ്റ്റ് ആവും, അതുപോലെ ബോഡി കോർട്ടിസോൾ പോലെയുള്ള സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ചെയ്യും. പക്ഷേ ഈ എമിഗ്ഡല ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആവുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിക്കാൻ സാധിക്കാതെ വരും. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എമിഗ്ഡല ആക്റ്റീവ് ആവുമ്പോൾ പ്രിഫ്രണ്ടൽ കോർട്ടെക്സ് ആക്റ്റീവ് ആവില്ല, ലെസ് ആക്റ്റീവ് ആവും. എന്ന് പറഞ്ഞാൽ നമ്മുടെ റീസണിങ് ആയിട്ട്, പ്ലാനിങ് ആയിട്ട്, ഡിസിഷൻ മേക്കിംഗ് ആയിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗമാണ് ഈ പ്രിഫ്രണ്ടൽ കോർട്ടെക്സ്. എമിഗ്ഡല ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആവുന്ന സമയത്ത് പ്രിഫ്രണ്ടൽ കോർട്ടെക്സ് ഒന്ന് ലോ ആവും. അതുകൊണ്ടാണ് നമ്മൾ സ്ട്രെസ്ഫുൾ ആവുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ഇമോഷണലി റിയാക്ട് ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇമ്പൾസീവായിട്ട് നമ്മൾ റിയാക്ട് ചെയ്ത് പോകുന്നത് ഈ എമിഗ്ഡല ആക്റ്റീവ് ആവുകയും പ്രിഫ്രണ്ടൽ കോർട്ടെക്സ് ലോ ആവുകയും ചെയ്യുന്നത് കൊണ്ടാണ്. അതുപോലെ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും, പിന്നീട് അതിനെക്കുറിച്ച് നമ്മൾ റിഗ്രറ്റ് ചെയ്യും. ആ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറഞ്ഞ് നമ്മളൊന്ന് കാമാവുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കും. അയ്യോ അങ്ങനെ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം ഞാൻ ആ സമയത്ത് എടുത്തല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഇത് ഈ ഒരു കാര്യം കൊണ്ടാണ്. പ്രിഫ്രണ്ടൽ കോർട്ടെക്സ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മൾ കാമാവുമ്പോഴാണ്. നേരെ മറിച്ച് എമിഗ്ഡല നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മൾ പ്രഷറൈസ്ഡ് ആവുമ്പോൾ അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആവുമ്പോഴാണ് എമിഗ്ഡല ആക്റ്റീവ് ആവുന്നത്. പ്രിഫ്രണ്ടൽ കോർട്ടെക്സ് ആണ് നമ്മളെ സിറ്റുവേഷൻസ് അനലൈസ് ചെയ്യാനും അതുപോലെ ലോജിക്കലി തിങ്ക് ചെയ്ത് ഡിസിഷൻസ് എടുക്കാനും റിയാക്ട് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് പ്രിഫ്രണ്ടൽ കോർട്ടെക്സ് ആണ്. നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഈ ഒരു ഏരിയയ്ക്ക്, പ്രിഫ്രണ്ടൽ കോർട്ടെക്സിന് ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനും ആക്റ്റീവായിട്ട് ഇരിക്കാനും ഒക്കെ പറ്റുന്നത്. അപ്പോഴാണ് നമുക്ക് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് പോസ് ചെയ്ത് തിങ്ക് ചെയ്ത് വേണ്ട വിധത്തിൽ റെസ്പോണ്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. നമുക്ക് എപ്പോഴും നമ്മുടെ എവറിഡേ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമ്മുടെ മാനേജറുടെ കയ്യിൽ നിന്ന് നമുക്കൊരു വഴക്ക് കേട്ടു, അല്ലെങ്കിൽ ചെയ്ത കാര്യം ശരിയായില്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടല്ലേ ഈ ഒരു പ്രശ്നം വന്നേന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു, നമ്മളെ മോശമായിട്ട് ട്രീറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ദിവസം മുഴുവൻ ഭയങ്കര ടെൻഷനായിരിക്കും. ചിലര് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് റിയാക്ട് ചെയ്യും വേറെ കൊളീഗ്സിനോട്, അല്ലെങ്കിൽ ചിലർ മിണ്ടാതെ ഇരിക്കും, ചിലർ ടോട്ടലി ഷട്ട് ഡൗൺ ആവും. അങ്ങനെ പല രീതിയിലും നമ്മൾ ആ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനോട് റിയാക്ട് ചെയ്യാറുണ്ട്. ആ സമയത്ത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത പലതും ചെയ്തു പോവും, അല്ലെങ്കിൽ പറയാൻ പാടില്ലാത്ത പലതും പറഞ്ഞു പോവും, വേറെ പലരെയും നമ്മൾ വേദനിപ്പിക്കും, അങ്ങനെ പലതും സംഭവിക്കും. എന്നാൽ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമ്മൾ കാം ആവുമ്പോൾ നമ്മുടെ പ്രിഫ്രണ്ടൽ കോർട്ടെക്സ് പതുക്കെ ആക്റ്റീവ് ആവും. ഈ സമയത്താണ് നമുക്ക് ആ സമയത്ത് ദേഷ്യം വന്നപ്പോൾ അല്ലെങ്കിൽ പേടിച്ചപ്പോൾ വിഷമിച്ചപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുന്നത്, അല്ലെങ്കിൽ അപ്പോഴാണ് അയ്യോ അങ്ങനെ വേണ്ടായിരുന്നു ഇങ്ങനെ വേണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് തോന്നുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എത്രയും പെട്ടെന്ന് നമ്മുടെ അമിഗ്ഡലയെ ലോ ആക്കുക അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആക്കുക, പ്രിഫ്രണ്ടൽ കോർട്ടെക്സിനെ ആക്റ്റീവ് ആക്കുക എന്നുള്ളതാണ്. അതിനെന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? സ്ട്രെസ്ഫുൾ ആയ ഉടനെ തന്നെ നമ്മളെ സ്വയം കാം ആക്കാൻ എന്ത് ചെയ്യണമെന്ന് നമുക്കറിയുന്നുണ്ടാവും. ചിലപ്പോൾ അതൊരു ബ്രീത്ത് എടുക്കുന്നതാവും, ഒരു 5-10 മിനിറ്റ് മിണ്ടാതെ മെഡിറ്റേറ്റ് ചെയ്യുന്നതാവും, ചിലർക്കത് വായിക്കുന്നതാവും, ചിലപ്പോൾ ഒരു വാക്കിന് പോകുന്നതാവും.
സോ നമ്മുടെ ആ സ്ട്രെസ് സിഗ്നൽസിന്റെ ഇന്റൻസിറ്റി കുറച്ച് അമിഗ്ഡലയെ ഇനാക്റ്റീവ് ആക്കി നമ്മുടെ പ്രിഫ്രണ്ടൽ കോർട്ടെക്സിനെ ആക്റ്റീവ് ആക്കാനുള്ള ആ ഒരു ബ്രെയിൻ ഷിഫ്റ്റ് ആണ് അവിടെ സംഭവിക്കേണ്ടത്. സോ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ആ കാര്യം ഉടനെ തന്നെ ചെയ്യുക. അമിഗ്ഡല റോൾ എടുക്കുന്നതിന് മുമ്പ്, പ്രിഫ്രണ്ടൽ കോർട്ടെക്സിനെ അടിച്ചമർത്തുന്നതിന് മുൻപ് തന്നെ പ്രിഫ്രണ്ടൽ കോർട്ടെക്സിന് ആക്റ്റീവ് ആവാൻ ഉള്ള സാഹചര്യം നമ്മൾ തന്നെയാണ് ഒരുക്കി കൊടുക്കേണ്ടത്, അല്ലേ? ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞതാണ്, ന്യൂറോൺസ് ദാറ്റ് ഫയർ ടുഗെദർ വയർ ടുഗെദർ. സോ ഒരേ ന്യൂറൽ പാത്വേയിൽ പോയി ആ പാത്വേ സ്ട്രോങ് ആയിട്ടുണ്ടാവും. സ്ട്രെസ് വന്നാൽ അപ്പോൾ 4 പേരോട് കടിച്ചു കീറുക, അല്ലെങ്കിൽ ബഹളം വെക്കുക, ചിലരാണെങ്കിൽ സാധനങ്ങൾ തട്ടിത്തെറിപ്പിക്കുക. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഈ റിയാക്ഷൻ, സ്ട്രെസ്സിന്റെ റിയാക്ഷൻ, അമിഗ്ഡല ആക്റ്റീവ് ആകുമ്പോൾ ഉള്ള റിയാക്ഷൻ. അതിനെ മാറ്റിയിട്ട് പതുക്കെ നമ്മൾ പ്രിഫ്രണ്ടൽ കോർട്ടെക്സിനെ ആക്റ്റീവ് ആക്കാനുള്ള കാര്യങ്ങൾ വേഗം തന്നെ ചെയ്യുക. അങ്ങനെയാവുമ്പോൾ നമ്മൾ കാമാവും, ഉടനെ തന്നെ അമിഗ്ഡല ഇനാക്റ്റീവ് ആവുകയും പ്രിഫ്രണ്ടൽ കോർട്ടെക്സ് ആക്റ്റീവ് ആവുകയും ചെയ്യും. നമുക്ക് ലോജിക്കലി തിങ്ക് ചെയ്ത് നല്ല ഡിസിഷൻസ് എടുക്കാനും നല്ല ക്ലിയർ ആയിട്ട് തിങ്ക് ചെയ്യാനൊക്കെ സാധിക്കും. സോ ഈ ഒരു കാര്യം നമ്മൾ തന്നെ തീരുമാനിക്കണം, നമ്മൾ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുകയും വേണം. സോ ഇങ്ങനെയാണ് സ്ട്രെസ് ആൻഡ് കാം നമ്മുടെ അമിഗ്ഡലയെയും പ്രിഫ്രണ്ടൽ കോർട്ടെക്സിനെയും ആക്റ്റീവും ഇനാക്റ്റീവും ആക്കി മാറ്റുന്നത്. ഇതാണ് അതിന് പിന്നിലുള്ള ന്യൂറോ സയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ മോട്ടിവേഷൻ വേവ്സിൻ്റെ ന്യൂസ് ലെറ്റർ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഇമെയിൽ ID എൻ്റർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.